ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹ്യ വിരുദ്ധരും പോക്കറ്റടിക്കാരുമെന്ന് സംശയിക്കുന്ന 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷത്തിൽ തിരുവനന്തപുരം സ്വദേശി അൻഷാദിന് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അൻഷാദിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആലുവ മാർക്കറ്റ് ഫ്ളൈ ഓവറിന് താഴെയും സ്വകാര്യ ബസ് സ്റ്റാൻഡിലുമായി അലഞ്ഞുതിരിയുന്ന സാമൂഹ്യവിരുദ്ധരും പോക്കറ്റടിക്കാരുമെന്ന് സംശയിക്കുന്ന 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവർക്കിടയിലുണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പറയപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലുവ ബസ് സ്റ്റാൻഡും പരിസരവും ക്രിമിനൽ വൃത്തി നടത്തുന്നവരുടെ കേന്ദ്രമാകുന്നുവെന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ മാസവും സമാന രീതിയിലുള്ള സംഘർഷങ്ങളും കുറ്റകൃത്യങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ആലുവയിലും പ്രദേശങ്ങളിലും അലഞ്ഞുതിരിയുന്ന ഇത്തരക്കാരെ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനാവശ്യമായ കർശന നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.